ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ നെയ്യ് ഉണ്ടാക്കുന്ന കേട്ടോ. അല്ല, ഇതിപ്പോൾ നമ്മൾ വീട്ടിൽ തയ്യാറാക്കിയെടുത്ത നെയ്യാണ്. ഞാനിപ്പോൾ എപ്പോഴും പറയുന്നത് വീട്ടിൽ തയ്യാറാക്കിയെടുത്തത്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് കാണിക്കാനാണ്. ഇതിപ്പം വേറെ കുപ്പിക്കകത്ത് ഇതുപോലെ ഇരിപ്പുണ്ട്. ഉണ്ട്, ഉണ്ടാക്കി തുറന്ന് കാണിക്കാം. ഉണ്ട്, നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിനെക്കാട്ടിയും നല്ലതായിട്ട് നമ്മൾ തയ്യാറാക്കിയെടുക്കുമ്പോൾ അറിയാമല്ലോ. അപ്പോൾ ഞാനിപ്പം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാവേ. നമ്മളെന്നും ഒരു വീട്ടിൽ നിന്നാണ് പാൽ വാങ്ങിക്കുന്നത്. ഇപ്പം കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പാലിനകത്ത് അത്രയും കിട്ടുന്നതില്ല പാൽപ്പാട. നമ്മൾ രാവിലെ പാൽ ഇതുപോലെ തിളപ്പിച്ചിട്ട് ശേഷം തന്നെ ഇത് കണ്ടോ, കുറച്ച് നേരം വയ്ക്കുമ്പോഴത്തേക്ക് പാട കിട്ടും. പാട ഉണ്ടല്ലോ, ഈ പാട ഇതുപോലെ എല്ലാം ഇപ്പോൾ ഒരു ദിവസം കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെ ഓരോ ദിവസം നമ്മൾ തിളപ്പിക്കുമ്പോൾ എടുക്കുന്ന പാടയാണിത് കേട്ടോ. ഇപ്പോൾ ഇതുപോലത്തെ ഒരു പാത്രത്തിനകത്താക്കി ഞാൻ ഫ്രിഡ്ജിനെന്ന് പറഞ്ഞാൽ ഫ്രീസറിനകത്താണ് സൂക്ഷിക്കുന്നത് കേട്ടോ, അല്ലെങ്കിൽ അഴുക്കായി പോകും. ഇങ്ങനെ എല്ലാ ദിവസത്തെയും ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് ഇത്ര ആകുമ്പോഴത്തേക്ക് ഞാനിത് ഉരുക്കിയെടുക്കും. നമ്മളിത് ഉരുക്കിയെടുക്കുന്നതിന് ഒരു മണിക്കൂർ മുമ്പ് ഇതുപോലെ വെളിയിലെടുത്ത് വെച്ച് കഴിയുമ്പോഴത്തേക്ക് ഇത് നല്ല കട്ടയായിട്ടിരിക്കുമല്ലേ, നല്ല തണുത്ത് വരും, അല്ലെങ്കിൽ ഇത് കട്ട വരത്തില്ല. അപ്പോൾ ഇതിങ്ങനെ ചിലപ്പോൾ ഞാൻ ഒരു മണിക്കൂർ മുമ്പ് എടുത്ത് വെച്ചിരുന്നതാണ്. നമുക്കിനി നമ്മൾ ഇതുപോലത്തെ ഒരു പാത്രം ഞാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് സ്ഥിരമായിട്ട് ഞാൻ ഇതിനകത്താണ് ചെയ്തെടുക്കുന്നത്. ഇതിനകത്ത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതാണ് പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്നത് അതുകൊണ്ടാണ്, അല്ലെങ്കിൽ നല്ല കട്ടയായിട്ടിരിക്കും. നമ്മൾ നേരത്തെ എടുത്ത് വെളിയിൽ വെക്കുമ്പോഴത്തേക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഇനി ഇത് കുറച്ച് നേരം നമ്മൾ ചെറു തീയിൽ വെച്ചിട്ട് ആദ്യത്തെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് വെച്ചാലും കുഴപ്പമില്ല. കുറച്ചാകുമ്പോഴത്തേക്ക് ഇത് ഉരുകി വരാൻ തുടങ്ങുന്ന സമയത്ത് നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വെക്കുവാണെങ്കിൽ നല്ല മഞ്ഞ കളറിൽ തന്നെ കരിയാതെ നമുക്ക് എടുക്കാൻ പറ്റും. അപ്പം നമുക്കിത് കുറച്ച് നേരം സമയം എടുക്കും ഇത് കേട്ടോ. പിന്നെ ഇതൊന്ന് ചൂടായി വരട്ടെ. ഇതിപ്പം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി മീഡിയം ഫ്ലെയിമിൽ ഞാൻ വെച്ച് കൊടുത്താണ്. ഇപ്പം ഈ സൈഡിലെല്ലാം ഇങ്ങനെ പിടിക്കും കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ അങ്ങനെ കോരി ഇങ്ങനെ അടുപ്പിച്ച് കൊടുക്കണം. എന്ന സൈഡിലെല്ലാം പിടിച്ചിരിക്കും. ഇപ്പം തന്നെ നമ്മൾ തിളച്ചിട്ട് നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇട്ടിട്ട് പോയാൽ കരിഞ്ഞു പോകും. ഈ പരുവാകുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യണേ. ഇത് വിട്ട് വന്നപ്പോൾ ഈ പരുവാകുമ്പോൾ ഓഫ് ചെയ്തിട്ട് നമുക്കിത് നമുക്കൊരു അരിപ്പയിലൂടെ അരിച്ചെടുക്കാം. ചൂടോടുകൂടി അരിച്ചെടുക്കാം. ഞാനിപ്പോൾ ഒരു അരിപ്പ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് ഒഴിച്ചു കൊടുക്കുക. ഇതുപോലെ അരിച്ചെടുത്തിട്ട് ചൂടോടുകൂടി അരിച്ചെടുത്താൽ കുഴപ്പമില്ല. നല്ല ഇരുമ്പിൻ്റെ ഇതുപോലത്തെ പ്ലാസ്റ്റിക്കിൻ്റെ എടുക്കില്ല അരിപ്പ കേട്ടോ. ചൂടോടെ ഒഴിക്കുമ്പോൾ ഇങ്ങനെ എടുത്തതിന് ശേഷത്തേക്ക് ഇതുണ്ട് എടുത്ത് വേണ്ടോ നോക്ക്, നല്ല മഞ്ഞ കളറായിട്ടില്ലേ. അപ്പോൾ ഇതുപോലെ നമുക്ക് കിട്ടും. ഇതിപ്പോൾ തണുത്ത ശേഷം നമുക്ക് നല്ലൊരു ചില്ല് കുപ്പിക്കകത്തായാലും പ്ലാസ്റ്റിക് കുപ്പിക്കകത്തായാലും കുഴപ്പമില്ല. നമ്മൾ താഴെ വാങ്ങിക്കുമ്പോൾ എല്ലാം പ്ലാസ്റ്റിക് കുപ്പിക്കകത്തല്ലായിരിക്കും. എന്നാലും എൻ്റെ കൈ ഇരിക്കുന്നതുണ്ട് ഇതുപോലത്തെ പ്ലാസ്റ്റിക്കിൻ്റെ എന്തോ വാങ്ങിച്ചതിൻ്റെ ഒരു കുപ്പിയാണ് ഞാൻ അതാണ് ഇട്ട് വെച്ചേക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് ഒരു കെമിക്കലും ഇല്ലാത്ത നമ്മുടെ നെയ്യ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പാലിനകത്ത് ഒത്തിരി പാട കിട്ടത്തില്ലായിരിക്കും, എങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. കുറച്ച് നമുക്ക് വിശ്വസിച്ച് കഴിക്കാമല്ലോ. അപ്പം മറ്റൊരു വിഭവമാണ് നമുക്ക് വീണ്ടും കാണാവേ.